ഹായ് ഗൈസ്. അപ്പം നമ്മുടെ തൊഴിൽ വീതിയിൽ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ പുതിയ ഒഴിവുകളെ കുറിച്ചിട്ടൊരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു വാർത്തയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ ഹെഡിങ് കാണാം, കമ്പനി ബോർഡ് എൽ ജി എസ് 191 ഒഴിവുകൾ കൂടി. അപ്പോൾ അതുപോലെ തന്നെ ഇതുവരെ 2207 ശുപാർശയാണ് ഇതുവരെയായിട്ട് കമ്പനി ബോർഡ് എൽ ജി എസ് നിലവിലുള്ള ലിസ്റ്റിൽ നൽകിയിരിക്കുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം 4000 പേരോളം അടങ്ങുന്ന മെയിൻ ലിസ്റ്റ്, 4000 പേരോളം അടങ്ങുന്ന സപ്ലിമെൻ്ററി ലിസ്റ്റുമായിരുന്നു. പിന്നീട് സർട്ടിഫിക്കേഷൻ വെരിഫിക്കേഷൻ ടൈമിലൊക്കെ ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2200 പേരെ ഇതുവരെ നിയമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ വിവിധ കമ്പനി കോർപ്പറേഷൻസ് അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ 191 ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഏതിലൊക്കെയാണ് ഒഴിവുകളെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ KSFE ആണ് ആദ്യം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്, ഏകദേശം 64 ഒഴിവുകൾ. അതുപോലെ ബെപ്കോ നമ്മുടെ 41 ഒഴിവുകൾ വന്നിട്ടുണ്ട്. അതുപോലെ വാട്ടർ അതോറിറ്റി 38 ഒഴിവുകൾ. നമ്മുടെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൽ 32 ഒഴിവുകളുമായിട്ട് ഈ ഒരു 4 മേഖലകളിലാണ് കൂടുതലായിട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം 10-ൽ താഴെ ഒഴിവുകളാണ് ബാക്കിയുള്ള ബോർഡുകളിലേക്കും. നമ്മുടെ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് അങ്ങനെയുള്ള ബോർഡുകളിലൊക്കെ 10-ൽ താഴെ ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഈ 4, അതായത് KSFEയിൽ 64, ബെഫ്കോ 41, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി 38, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൽ 32. ഇതാണ് മെയിനായിട്ട് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ 191 ഒഴിവുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 2207 ഒഴിവുകളുടെ കൂടെ കൂടുമ്പോൾ ഏകദേശം 2400 ഒഴിവുകൾ ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ സിലബസിനൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നൊക്കെയാണ് സിലബസ് വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം.